ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ 2 മോയ്സ്ചറൈസേഴ്സിനെ പറ്റിയിട്ടാണ് കേട്ടോ. ഓയിലി സ്കിന്നുണ്ട്, ഡ്രൈ സ്കിന്നുള്ള മോയ്സ്ചറൈസേഴ്സ് എന്ന് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഡീകൺസ്ട്രക്റ്റിൻ്റെ ഈ ഒരു 2 മോയ്സ്ചറൈസേഴ്സ് ഞാൻ കുറച്ച് നാൾക്ക് മുമ്പായിട്ട് തന്നെ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ഡീകൺസ്ട്രക്റ്റിൻ്റെ NMF മോയ്സ്ചറൈസർ, ഓയിൽ ഫ്രീ മോയ്സ്ചറൈസറാണ്. ഇതിൻ്റെ റിവ്യൂ നോക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ സ്കിൻ ടൈപ്പ് പറഞ്ഞുതരാം. എൻ്റെ സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത് ഓയിലിയാണ്, സെൻസിറ്റീവാണ്, മീഡിയം ആക്നി പ്രോൺ സ്കിന്നാണ്. ഈ ഒരു മോയ്സ്ചറൈസർ ഒരു ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ ആണെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അത് ക്ലെയിം ശരിയാണോ എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ക്ലെയിം അങ്ങനെ തന്നെ സത്യമാണ്. ഇതൊരു ഓയിൽ ഫ്രീ മോയ്സ്ചറൈസറാണ്. നമ്മുടെ സ്കിന്നിന് വേണ്ടുന്ന ഹൈഡ്രേഷനൊക്കെ നന്നായിട്ട് കൊടുക്കുന്നുമുണ്ട്. ഇതിൻ്റെ ഒരു ടെക്സ്ചർ വന്നിട്ട് ജെൽ ടു ക്രീമാണ്. അതായത് ജെല്ലിനെക്കാളും കുറച്ചും കൂടി തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ്. പക്ഷേ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത് നമ്മുടെ സ്കിന്നിലേക്ക് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് സ്പ്രെഡ് ആവുകയും പെട്ടെന്ന് തന്നെ സ്കിന്നിലേക്ക് അബ്സോർബ് ആവുകയും ചെയ്യും. അബ്സോർബ് ആയി ഉടനെ തന്നെ ചെറിയൊരു സ്റ്റിക്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ അത് വൺസ് അത് നമ്മുടെ സ്കിന്നിലേക്ക് സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മിനിമം സ്റ്റിക്നെസ്, സാധാരണ മോയ്സ്ചറൈസേഴ്സിനുള്ള ഒരു ചെറിയൊരു സ്റ്റിക്നെസ് നമുക്ക് പോട്ടെ അങ്ങനത്തെ രീതിയിൽ വയ്ക്കാവുന്ന രീതിയിലുള്ള സ്റ്റിക്നെസ്സേ ഉള്ളൂ കേട്ടോ ഇതിന്. ഇതൊരു NMF മോയ്സ്ചറൈസറാണെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട്. എന്താണ് NMF എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാച്ചുറൽ മോയ്സ്ചറൈസിങ് ഫാക്ടർ എന്നുള്ളതാണ് അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സ്കിൻ നാച്ചുറലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിബം അല്ലെങ്കിൽ ഒരു ഓയിലുണ്ട്, അതിന് എക്സാക്ട്ലി മിമിക് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു മോയ്സ്ചറൈസർ അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഒരു മോയ്സ്ചറൈസറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മോയ്സ്ചറൈസറിൽ ഒരുപാട് സ്കിൻ സൂത്തിങ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസും അടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി കേൾക്കുമ്പോഴത്തേനും പലരും തെറ്റിദ്ധരിക്കാറുണ്ട് ഇത് ആക്നിക്കെതിരെ വർക്ക് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസർ ആണെന്ന്. അതായത് ഇത് പറ്റിയിട്ടുണ്ടെങ്കിൽ ആക്നി പ്രോൺ സ്കിന്നിൽ പിന്നെ ആക്നി വരത്തില്ല എന്ന്. അങ്ങനെയല്ല കേട്ടോ. നമ്മളുടെ സ്കിന്നിൽ എല്ലാ ആക്നി പെട്ടെന്ന് തന്നെ കാം ഡൗൺ ചെയ്യിക്കാനായിട്ട് ഈ ഒരു മോയ്സ്ചറൈസറിന് പറ്റും. അത് മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല ഇതൊരു നോൺ കോംഡോജനിക് ആയിട്ടുള്ള മോയ്സ്ചറൈസറും കൂടിയാണ്. ഇത് പറ്റിയതുകൊണ്ട് നമ്മുടെ പോസ് ക്ലോഗ് ആവുകയോ നമുക്ക് ന്യൂ ആക്നി വരികയോ ചെയ്യത്തില്ല. എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം ഉപയോഗിക്കുക. കാരണം എല്ലാ സ്കിൻ ടൈപ്സിനും എല്ലാ പ്രൊഡക്ട്സും സ്യൂട്ടബിൾ അല്ല. എൻ്റെ സ്കിന്നിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇതുവരെ ഇത് ഉപയോഗിച്ചിട്ട് ആക്നി ഒന്നും വന്നിട്ടില്ല കേട്ടോ. സ്കിൻ മോർ ഓയിലി ആവുകയോ ഗ്രീസി ആവുകയോ ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മോയ്സ്ചറൈസറാണിത്. പിന്നെ നമുക്ക് എല്ലാ ആക്റ്റീവ്സിൻ്റെ ഒപ്പം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോയ്സ്ചറൈസറാണ്. കാരണം ഇതിനകത്ത് വേറെ ആക്റ്റീവ്സോ അങ്ങനെ ഒന്നും അടങ്ങിയിട്ടില്ല. നമ്മുടെ സ്കിന്നെ കാം ഡൗൺ ചെയ്യണ, സൂത്തൻ ചെയ്യണ, നമ്മളുടെ സ്കിൻ ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഏത് ആക്റ്റീവ്സിൻ്റെ ഒപ്പം നിങ്ങൾക്ക് ഇത് പെയർ ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് കോൺസ് ഒന്നും ഈ ഒരു മോയ്സ്ചറൈസറിനെ പറ്റിയിട്ട് എനിക്ക് പറയാനൊന്നുമില്ല. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആക്നി വരത്തില്ല എന്ന്. അങ്ങനെയുള്ളതില്ല. അതൊരു നമ്മളുടെ തെറ്റിദ്ധാരണ കൊണ്ടുണ്ടായ ഒരു കോണാണല്ലോ, അത്രേ ഉള്ളൂ. ഒരു മോയ്സ്ചറൈസർ നമുക്ക് ഡേ ആൻഡ് നൈറ്റ് യൂസ് ചെയ്യാം. എനിക്ക് ഡേ ടൈമിൽ കൂടുതൽ എൻ്റെ സ്കിന്നിൽ ഒരു ജെൽ ടൈപ്പ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഈ ഒരു മോയ്സ്ചറൈസർ എനിക്ക് നന്നായിട്ട് വർക്കായിട്ടുണ്ട്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഈ ഒരു മോയ്സ്ചറൈസർ സ്യൂട്ട് ആവുക ഓയിലി സ്കിന്നിനും ഓയിലി ടു നോർമൽ സ്കിന്നിനും ആയിരിക്കും. കോമ്പിനേഷൻ സ്കിന്നിനും ഇത് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഡ്രൈ സ്കിന്നിന് ആവശ്യമായിട്ടുള്ള ഹൈഡ്രേഷനൊന്നും ഇത് പ്രൊവൈഡ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് നമുക്ക് ഡീകൺസ്ട്രക്റ്റിൻ്റെ സെക്കൻഡ് മോയ്സ്ചറൈസർ ചെക്ക് ചെയ്യാം. ഈ ഒരു മോയ്സ്ചറൈസറിനെ പറ്റിയിട്ട് എനിക്കൊരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു അഭിപ്രായമാണ് ഉള്ളത്. ഈ ഒരു മോയ്സ്ചറൈസർ അവരുടെ 1% സെറാമൈഡ് കോംപ്ലക്സ് അടങ്ങിയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ്. ഒരുപാട് സ്കിൻ സൂത്തിങ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുണ്ട്, സെറാമൈഡ് കോംപ്ലക്സ് അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ചെറിയ രീതിയിൽ കോംഡോജനിക് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസും അടങ്ങിയിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ ബ്രേക്ക്ഔട്ട്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇത് ആക്ച്വലി അവർ ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മോയ്സ്ചറൈസറാണ്. പിന്നെ ഓയിലി സ്കിന്നായിട്ടുള്ള ഞാനിത് എന്തിനു ട്രൈ ചെയ്തു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആക്റ്റീവ്സ് ഒരുപാട് ഉപയോഗിക്കുന്ന ആളാണ്. ഒരുപാടല്ല, എന്നാലും അത്യാവശ്യം ആക്റ്റീവ്സ് ഉപയോഗിക്കുന്ന ആളാണ്, എസ്പെഷ്യലി നൈറ്റ് സ്കിൻ കെയർ റുട്ടീനിൽ. അപ്പോൾ ഈ ആക്റ്റീവ്സിൻ്റെ ഒപ്പമൊക്കെ എനിക്ക് പെയർ ചെയ്യാൻ ഇഷ്ടം ഒന്നെങ്കിൽ നന്നായിട്ട് സെറാമൈഡ്സ് ഉള്ളത് അല്ലെങ്കിൽ സെറാമൈഡ് കോംപ്ലക്സ് അടങ്ങിയ സിക്ക് അടങ്ങിയ ഇൻഗ്രീഡിയൻസ് ഉള്ള മോയ്സ്ചറൈസേഴ്സാണ്. കാരണം നമ്മൾ ആക്റ്റീവ്സ് കൊടുത്തിട്ട് സ്കിന്നിനെ ഒന്ന് അവിടെ ചെറിയൊരു ട്രബിൾ ഉണ്ടാക്കുവാണല്ലോ. അപ്പോൾ അതിനെ സൂത്തൻ ചെയ്യണ അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ ബാരിയറിനെ നന്നായിട്ട് സ്ട്രെങ്തൻ ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് അതിൻ്റെ ഒപ്പം യൂസ് ചെയ്യാനാണ് എനിക്കിഷ്ടം. അപ്പോൾ അങ്ങനെയുള്ള ടൈമിൽ നൈറ്റ് ടൈമിലാണ് ഞാൻ ഈ ഒരു മോയ്സ്ചറൈസർ ട്രൈ ചെയ്യുന്നത്. ഇത് സ്ലൈറ്റ്ലി ആക്നി കോസിങ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ടെന്ന് പറയാൻ കാരണം ഇതിനകത്ത് ഷിയ ബട്ടർ ഉണ്ട്. ഷിയ ബട്ടർ എല്ലാ സ്കിൻ ടൈപ്സിനും പറ്റുന്നതല്ല. ഡ്രൈ സ്കിന്നുകാർക്ക് തന്നെ ചിലവർക്ക് ഷിയ ബട്ടർ പറ്റാറില്ല. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാനിത് ഒന്ന് നോൺ കോംഡോജനിക് അല്ല കംപ്ലീറ്റ്ലി എന്ന് പറയാൻ കാര്യം. പിന്നെ എൻ്റെ ഓയിൽ സ്കിന്നിൽ ഇത് യൂസ് ചെയ്തപ്പോൾ എനിക്കങ്ങനെ ഹെവിനെസ് ഒന്നും ഫീൽ ചെയ്തില്ല. ഇതിൻ്റെ ഒരു ഫോർമുലേഷൻ വന്നിട്ട് ലൈറ്റ് വെയ്റ്റ് സൈഡ് തന്നെയാണ്. ഒരുപാട് ലൈറ്റ് വെയ്റ്റ് അല്ലെങ്കിലും ഓൾമോസ്റ്റ് നമ്മുടെ ഓയിൽ സ്കിന്നിനും കൂടി അതൊന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു കൺസിസ്റ്റൻസി ആയിരുന്നു ഇതിന്. ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ എനിക്ക് ആക്നി ഒന്നും വന്നിട്ടില്ല. ഞാനിത് കുറച്ച് നാൾ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഇതിൻ്റെ ഫിനിഷിങ് എനിക്ക് അത്രയ്ക്ക് നന്നായിട്ടങ്ങ് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. അപ്പോൾ ഞാനിത് നൈറ്റ് ടൈമിൽ വിൻ്റർ ടൈമിലാണ് യൂസ് ചെയ്തത്. വിൻ്റർ ടൈമിൽ എൻ്റെ ഓയിലി സ്കിൻ ചെറിയൊരു ഡ്രൈനെസ് ആഫ്റ്റർ ഫേസ് വാഷൊക്കെ കാണിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ ആക്റ്റീവ്സ് യൂസ് ചെയ്തിരുന്നപ്പോൾ ഈ ഒരു മോയ്സ്ചറൈസറാണ് നൈറ്റ് ടൈം യൂസ് ചെയ്തിരുന്നത്. പിന്നെ അത് കുറച്ച് നാൾ ഉപയോഗിച്ചതിന് ശേഷം ഞാനങ്ങ് മാറ്റിവെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വലിയൊരു ഗ്യാപ്പ് വന്നു ഈ ഒരു മോയ്സ്ചറൈസർ തിരിച്ചെടുക്കാനായിട്ട്. ഏകദേശം ഒരു 1 മന്തൊക്കെ ഒരു ഗ്യാപ്പ് വന്നു. തിരിച്ച് ഞാൻ ഈ ഒരു മോയ്സ്ചറൈസർ എടുത്ത് അതിൻ്റെ ക്യാപ്പ് ഫ്ലിപ്പ് ക്യാപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതിൻ്റെ ഓയിൽ അങ്ങനെ തന്നെ താഴേക്ക് എൻ്റെ ഡ്രസ്സിലേക്കും ഫ്ലോറിലേക്കും വീഴാനുണ്ടായത്. ഇത് കുറച്ച് നാൾക്ക് മുമ്പത്തെ എൻ്റെ അനുഭവമാണ്. അതിനുശേഷം അവർ ഫോമുലേഷനൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടാവാം. കാരണം ഞാൻ ബ്രാൻഡിന് അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഓയിൽ കണ്ടൻറ്റും ഇതിൻ്റെ ക്രീം കണ്ടൻറ്റും രണ്ടായിട്ടും സെപ്പറേറ്റ് ആയതാണ് അതിൻ്റെ പ്രശ്നം. ചിലപ്പോൾ നമ്മുടെ ക്ലൈമറ്റിൻ്റെ പ്രശ്നമാവാം. എന്നാലും കൂടി അതൊരു ഫോമുലേഷൻ്റെ പ്രോബ്ലം തന്നെയാണ്. കാരണം ഒരേ ക്ലൈമറ്റ് റീജിയനിൽ പെടുന്ന ആൾക്കാരല്ലല്ലോ ഈ ഒരു മോയ്സ്ചറൈസറൊക്കെ ഉപയോഗിക്കുന്നത്. എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ ഓരോ സ്ഥലത്തിരിക്കുമ്പോഴത്തേനും ക്ലൈമാറ്റിക് കണ്ടീഷനിൽ ഡിഫറൻസ് കൊണ്ടിട്ട് അങ്ങനെ ഓയിൽ സെപ്പറേറ്റഡ് ആയി എന്ന് പറയുന്നത് ഒട്ടും ശരിയല്ല. അപ്പോൾ അവരുടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇവർ ഫോമുലേഷൻ ചേഞ്ച് ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് അങ്ങനെ ആക്നി ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ബ്രേക്ക്ഔട്ട്സ് ഒന്നും തന്നിട്ടില്ല. ഇതിനകത്ത് അങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ കൂടി എൻ്റെ സ്കിന്നിൽ ഇത് സേഫായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള ഫോമുലേഷനാണെന്ന് പറഞ്ഞു. പക്ഷേ ഡ്രൈ സ്കിന്നിൽ തന്നെ സാധാ ഡ്രൈ സ്കിൻ, അതായത് നോർമൽ ഡ്രൈ സ്കിന്നിന് മാത്രമേ ഇത് പറ്റത്തുള്ളൂ. എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഇതിൻ്റെ ഹൈഡ്രേഷനോ മോയ്സ്ചറൈസേഷനോ ഒട്ടും പറ്റത്തൊന്നുമില്ല. പിന്നെ ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇതൊരു ഡ്യൂയി ഫിനിഷാണ് തരുന്നത്. ഗ്രീസിനെസ് ഒന്നുമില്ല. എന്നാൽ കൂടി എൻ്റെ സ്കിന്നിൽ ഒരു ഓവറായിട്ടുള്ള ഒരു ഡ്യൂവിനെസ് ആയിരുന്നു ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. കാരണം എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ടാണ്. ഡ്രൈ സ്കിൻ ഇത് പെർഫെക്റ്റ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഒരു മോയ്സ്ചറൈസറിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ സ്കിൻ ബാരിയറിനെ നന്നായിട്ട് സ്ട്രെങ്തൻ ചെയ്യണം. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. സ്കിൻ ബാരിയറിനെ സ്ട്രെങ്തൻ ചെയ്യാനും സൂതൻ ചെയ്യാനൊക്കെ ഈ ഒരു മോയ്സ്ചറൈസർ ഭയങ്കര നല്ലതാണ്. ഡീകൺസ്ട്രക്റ്റിൻ്റെ ഈ 2 മോയ്സ്ചറൈസേഴ്സും ഫ്രീ ഫ്രം ആൽക്കഹോൾ, ഫ്രാഗ്രൻസ്, കളറൻസ് ഒക്കെയാണ്. നിങ്ങളിൽ ആരെങ്കിലും ഈ മോയ്സ്ചറൈസേഴ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ കമൻസിൽ പറയണേ. നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം. പിന്നെ വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുകൊണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.